ഹായ് ഓൾ, എല്ലാവരും എങ്ങനെ ഇരിക്കുകയാണ്? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. ഒരുപാടായി ഒരു കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ എന്ന് തോന്നി. ആദ്യമായിട്ട് വീട്ടിൽ ചിക്കൻ കപ്സ ഉണ്ടാക്കി. ഈ കപ്സ എന്ന് പറയുന്നത് മലബാർ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്നതാണ്. തിരുവനന്തപുരത്ത് ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങി. എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ ആൻറ്റി ആനന്ദി ആൻറ്റിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റിയുമാണ്. വരും നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് കപ്സ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 3 മീഡിയം സൈസ് ഉള്ളി, 2 മീഡിയം സൈസ് തക്കാളി അരച്ചത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കിലോ ചിക്കനാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. 1.5 ഗ്ലാസ് ബാസ്മതി അരി ഈ ഗ്ലാസ് അളവിലാണ് എടുത്തിരിക്കുന്നത്. 1 1/2 ഗ്ലാസ് വെള്ളം, 1/2 2.25 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അടുത്തത് സ്പൈസസ്: പെപ്പർ 2 ടീസ്പൂൺ, ജീരകം 2 ടീസ്പൂൺ, ഗ്രാമ്പ് 5-6 എണ്ണം, ഏലക്ക 3-4 എണ്ണം, പട്ട 3 എണ്ണം, ബേ ലീഫ് 3 എണ്ണം, 1 ലെമൺ. ഇനി പ്രിപ്പറേഷൻ: വലിയ പാത്രം ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കുക്കറിലാണ് ചെയ്തത്. കുക്കർ ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 100 ml എണ്ണ ഒഴിക്കുക. എന്നിട്ട് സ്പൈസസ് ഇടുക. പൊരിഞ്ഞ മണം വരുമ്പോൾ ഉള്ളി ഇടണം. വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഉള്ളി കളർ മാറും വരെ വഴറ്റിയെടുക്കുക. കളർ മാറിയിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. റോസ്മെല്ല് പോയത് മസാല ഇടേണ്ടതാണ്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ പെപ്പർ പൊടി. മസാല ഇട്ട് വഴറ്റിയെടുക്കുക. ഒരു മണം വന്നു തുടങ്ങി. ഇനി തക്കാളി ഇടാം. തക്കാളി ഇട്ട് വഴറ്റുമ്പോൾ തന്നെ നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടും. തക്കാളിയുടെ റോസ്മെല്ല് പോയിട്ടുണ്ട്. ഇനി ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ട് നല്ല വഴറ്റിയെടുക്കുക. ചിക്കൻ്റെ കളർ ഈ ഒരു വൈറ്റ് കളർ ആവും വരെ. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ചിക്കൻ വെന്ത് കിട്ടാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. മീഡിയം ഫ്ലെയിമിലാക്കി 10 മിനിറ്റ് അടച്ചു വെക്കുക. അങ്ങനെ 10 മിനിറ്റ് ആയി. നല്ല തിളച്ച് മണം വരുന്നുണ്ട്. ചിക്കൻ വെന്തോ നോക്കാം. നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ ചിക്കൻ മാറ്റി വെക്കാം. ചിക്കൻ വേകാൻ വേണ്ടി വെച്ച വെള്ളത്തിൽ തന്നെ റൈസ് ഇട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ്. എത്ര ക്വാണ്ടിറ്റി വെള്ളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിൽ 2.25 ഗ്ലാസ് മസാല വെള്ളം ഉണ്ട്. ഇനി അതിൽ ഒരു നാരങ്ങ ഫുള്ളായിട്ട് തന്നെ പിഴിഞ്ഞു കൊടുക്കുക. റൈസിന് വേണ്ടി ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് കറക്റ്റായിട്ടുണ്ട് ചെക്ക് ചെയ്തപ്പോൾ. റൈസ് ഒരു 10 മിനിറ്റ് 75% കുക്കാവും വരെ വെക്കുക. ആ സമയം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മസാല: 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൊടി, ആവശ്യത്തിന് ഉപ്പ്. മസാല നന്നായിട്ട് പേസ്റ്റാക്കി ചിക്കനിൽ ചേർത്ത് കൊടുക്കുക. 4-5 മിനിറ്റ് മസാല ചേരാൻ വെക്കുക. ഒരുപാട് നേരം വെക്കണമെന്നില്ല. ഓൾറെഡി മസാല ഇട്ട് വേവിച്ചിട്ടുള്ളത് കൊണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അങ്ങനെ ഫ്രൈ റെഡിയായി. പാത്രത്തിൽ മാറ്റി വയ്ക്കാം. റൈസ് 3/4% കുക്കായിട്ടുണ്ട്. ഇനി ഫ്രൈഡ് ചിക്കൻ അതിന് മേലിട്ട് കൊടുക്കാം. ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. മീഡിയം ഫ്ലെയിമിലാക്കി. വിസിൽ വെച്ചതല്ല, വെറുതെ അടച്ചിരിക്കുകയാണ്. വേറെ പാത്രം എടുക്കാൻ മടിച്ചിട്ട്. ടൈമായി. റെഡിയായി നോക്കാം. വാവ്, തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം. കാണുമ്പോൾ തന്നെ നല്ല ക്രേവിംഗ് ആണ്. ഫസ്റ്റ് ടൈമാണ് കപ്സ വീട്ടിൽ ട്രൈ ചെയ്യുന്നത്. കണ്ടോ, ഒട്ടും തന്നെ അടിപിടിച്ചിട്ടില്ല. ഇനി ടൈം ഫോർ ടേസ്റ്റിംഗ് ആണ്. പ്ലേറ്റ് ഇടുമ്പോൾ തന്നെ നല്ല മണം. റൈസൊക്കെ ഒടയാതെ തന്നെ എടുക്കാൻ പറ്റി. സലാഡും പപ്പടം കൂടെ റെഡിയാക്കി. ചേട്ടൻ്റെ കമൻറ്റ് കേൾക്കാം. അങ്ങനെ ഫൈനലി നല്ലൊരു കപ്സ റെഡിയാക്കാൻ പറ്റിയതിൽ സന്തോഷം. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതി വേഗം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ഷെയറും ചെയ്യുക. താങ്ക്സ്.